ശിവപ്രിയ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയുന്ന ജ്യോതിഷ സംബന്ധമായ വിഷയം 2025 സെപ്റ്റംബർ മാസത്തെ രാശി നക്ഷത്ര ഫലമാണ് ഞാൻ പറയുന്നത്. 2025 സെപ്റ്റംബർ മാസത്തെ രാശി നക്ഷത്രഫലം. അപ്പോൾ ഏതൊക്കെ നക്ഷത്രങ്ങളാണ് ഇപ്പോൾ ഇതിൽ പറയുന്നതെന്ന് ഞാൻ പറയാം. അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകീരം, തിരുവാതിര, പുണർദം, ഈ 7 നക്ഷത്രങ്ങളുടെ കാര്യമാണ് ഇപ്പോൾ ഞാനിവിടെ പറയുന്നത്. അശ്വതി നക്ഷത്രക്കാർക്ക് ഈ സെപ്റ്റംബർ മാസത്തിൽ ജോലി സ്ഥലത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൂടാതെ വീട്ടിൽ സ്വസ്ഥത കുറയാനും കുടുംബ സംബന്ധമായ ചില കാര്യങ്ങളിൽ സ്വസ്ഥതയില്ലായ്മയും ഒക്കെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയും കാണുന്നുണ്ട്. സാമ്പത്തികമായിട്ട് ഇവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള ഒരു മാസമാണ് ഈ സെപ്റ്റംബർ മാസം. സാമ്പത്തികമായിട്ട് ചില ബുദ്ധിമുട്ട്, അതായത് സാമ്പത്തിക തടസ്സങ്ങൾ, ഇതെല്ലാം ഉണ്ടാകാനായിട്ടുള്ള ഒരു സമയമാണ് ഈ സെപ്റ്റംബർ മാസം അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച്. ഇപ്പോൾ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അതേപോലെ തന്നെ കടം വീട്ടാൻ പരമാവധി ഈ മാസം ശ്രമിക്കും. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ തന്നെയും കടം വീട്ടാനായിട്ട് പരമാവധി ശ്രമം ഇവർ നടത്തും. അപ്പോൾ കടമുള്ളവർ കടം വീട്ടാനുള്ള ശ്രമം നടത്തും. കാര്യതടസ്സങ്ങൾ ഉണ്ടാവും. കാര്യതടസ്സങ്ങൾ, അതായത് പ്രവൃത്തിയിൽ അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ എല്ലാം ഒരു തടസ്സം ഉണ്ടാകാനായിട്ടും സാധ്യതയുണ്ട്. മനക്ലേശം ഉണ്ടാവും, മനസ്വസ്ഥത കുറയും, മനക്ലേശം ഉണ്ടാവും. അപ്പോൾ ഈ അശ്വതി നക്ഷത്രക്കാരുടെ ഈ സെപ്റ്റംബർ മാസത്തെ ഫലമാണ് ഞാനിവിടെ പറയുന്നത്. നന്ദി, നമസ്കാരം. ഇനി അശ്വതി കഴിഞ്ഞ ഭരണി നക്ഷത്രം. ഭരണി നക്ഷത്രത്തിൻ്റെ സെപ്റ്റംബർ മാസത്തെ ഫലമാണ് ഞാൻ ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഭരണി നക്ഷത്രക്കാർക്ക് സെപ്റ്റംബർ മാസത്തിൽ ഉദ്യോഗപരമായി പല ഗുണങ്ങളും ഉണ്ടാകാനുള്ള ഒരു സമയമാണ്. ഉദ്യോഗസ്ഥന്മാർക്കോ അല്ലെങ്കിൽ ജോലി ചെയ്ത് മറ്റ് കാര്യങ്ങൾ നടത്തുന്നവർക്കോ ഒക്കെ വളരെയധികം ഗുണകരമായ ഒരു മാസമാണ് സെപ്റ്റംബർ മാസം. സ്ഥലം മാറ്റം ആഗ്രഹിക്കുന്ന ഉദ്യോഗസ്ഥന്മാരോ ജോലിക്കാരോ ഉണ്ടെങ്കിൽ അവർക്ക് സ്ഥലം മാറ്റം എന്ന ആഗ്രഹം നടക്കാനുള്ള ഒരു സാധ്യത സെപ്റ്റംബർ മാസത്തിൽ ഉണ്ടാകും. കാര്യവിജയങ്ങൾ ഉണ്ടാവും. ചെയ്യുന്ന കാര്യങ്ങൾക്ക് അവർക്ക് ഒരു വിജയത്തിലെത്താൻ അവർക്ക് സാധിച്ചെന്ന് വരും. കാര്യവിജയങ്ങളുണ്ടാകും. പിന്നെ കച്ചവടക്കാരെ സംബന്ധിച്ച് അത്ര ഗുണകരമല്ല ഈ സെപ്റ്റംബർ മാസം. അവരെ സംബന്ധിച്ച് വരുമാനം കുറയാനായിട്ട് സാധ്യതയുണ്ട്. വരുമാനം കുറയും. അപ്പോൾ കച്ചവടക്കാർ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കർഷകർക്ക് ഗുണമാണ്. എന്നാൽ കർഷകരെ സംബന്ധിച്ച് ഗുണമാണ്. കർഷകരെ, അതായത് കൃഷി ചെയ്ത് ജീവിക്കുന്ന കർഷകരെ സംബന്ധിച്ച് കൃഷിയിൽ നിന്നും ലാഭങ്ങൾ ഉണ്ടാകാൻ പറ്റിയ ഒരു സമയമാണ് സെപ്റ്റംബർ മാസം. അപ്പോൾ കർഷകർക്ക് ഗുണമാണ്. പൊതുവെ ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് സെപ്റ്റംബർ മാസം നല്ലതായിട്ടാണ് കാണണം. ചെറിയ ചില ദോഷങ്ങളുണ്ടെങ്കിലും വലിയ കുഴപ്പമില്ലാത്ത ഒരു നല്ല മാസമായിരിക്കും സെപ്റ്റംബർ മാസം. ഇനി കാർത്തിക നക്ഷത്രം. കാർത്തിക നക്ഷത്രക്കാർക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ സെപ്റ്റംബർ മാസം ദൂരയാത്ര നടത്താൻ ഇടവരും. അവർ ദൂരയാത്ര പോകാനുണ്ടെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങൾ ഒത്തുവരാനുള്ള ഒരു സമയമാണ് ഈ സെപ്റ്റംബർ മാസം. യാത്രാഗുണം, ഈ യാത്ര പോയെങ്കിലും അവർക്ക് യാത്രാഗുണം കിട്ടാനായിട്ട് ചിലപ്പോൾ സാധിച്ചില്ല എന്ന് വരും. അപ്പോൾ യാത്രാഗുണം കിട്ടാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടാകുന്ന ഒരു സമയമാണിത്. യാത്ര ചെയ്യേണ്ടി വരും, യാത്രാഗുണം കിട്ടില്ല. അതാണ്. മാതൃഗുണം ഉണ്ടാവും. ഇവരെ സംബന്ധിച്ച് മാതാവിൽ നിന്നും ഗുണപരമായ കാര്യങ്ങൾ ഇവർക്ക് കിട്ടാനിടവരും. മാതൃഗുണമുണ്ടാവും. മാതൃസ്വത്ത് കിട്ടാനിടയുമുണ്ട്. മാതൃസ്വത്ത്, നമ്മുടെ അവകാശം വല്ലതും കിട്ടാനുണ്ടെങ്കിൽ അത് കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. ധനസമ്പാദനത്തിന് വേണ്ടി ഇവർ കഠിനമായ പ്രയത്നം ചെയ്യേണ്ട ഒരു മാസമാണിത്. ധനം കിട്ടും. അതായത് സാമ്പത്തിക നേട്ടത്തിനായിട്ട് ഇവർ വളരെയധികം കഠിനമായ പ്രയാസങ്ങൾ സഹിച്ച് കഠിന പ്രയത്നം ചെയ്യേണ്ട സമയമാണ് ഈ സെപ്റ്റംബർ മാസം.
കുടുംബസുഖം കുറയും, കുടുംബത്തിന് സുഖം കുറയും, കുടുംബ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സന്താനങ്ങൾക്കും ദോഷാനുഭവങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. സന്താനങ്ങളെ സംബന്ധിച്ചും ദോഷാനുഭവങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. നല്ല ജോലിയും അതേപോലെ തന്നെ ജോലി സംബന്ധമായിട്ടും ചില പ്രശ്നങ്ങൾ കാർത്തിക നക്ഷത്രക്കാർക്ക് ഉണ്ടാകാനായിട്ടും സാധ്യതയുണ്ട്. കാർത്തിക കഴിഞ്ഞാൽ പിന്നെ രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് ഈ സെപ്റ്റംബർ മാസം എങ്ങനെയുണ്ടെന്ന് നോക്കാം. രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് എങ്ങനെയുണ്ടെന്ന് ഈ മാസം നോക്കാം. കർമ്മങ്ങൾക്ക് നല്ല ഫലം കിട്ടും. ഇവർ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് നല്ല ഫലം കിട്ടും. നല്ല ജോലിയും അഭിവൃദ്ധിയും ഉണ്ടാകുന്ന ഒരു മാസമാണ് ഈ സെപ്റ്റംബർ മാസം. ഇവരെ സംബന്ധിച്ച് വളരെ ജോലി സംബന്ധമായി അല്ലെങ്കിൽ കർമ്മ സംബന്ധമായി പ്രവൃത്തി സംബന്ധമായൊക്കെ നല്ല ഗുണം കിട്ടുന്ന ഒരു സമയമായിരിക്കും ഇവരെ സംബന്ധിച്ച്. ഗ്രഹം മോടി പിടിപ്പിക്കാൻ ഇവർ ശ്രമിക്കും. ഗ്രഹസംബന്ധമായ കാര്യങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കും. ഗ്രഹം മോടി പിടിപ്പിക്കാൻ ശ്രമിച്ചെന്ന് വരും. ജോലിയിൽ നിന്നും വിരമിച്ചവർക്ക് വേറെ ജോലി ലഭിക്കാൻ വേണ്ടി അതിനുള്ള ശ്രമം ഇവർ നടത്തും. ജോലിയിൽ നിന്ന് വിരമിച്ചവർ പുതിയതായിട്ട് വേറെ എന്തെങ്കിലും ജോലിയിൽ പ്രവേശിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തുന്ന ഒരു മാസമായിരിക്കും ഇത്. ഭൂമി വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക്, അതായത് ഭൂമി കരാർ എഴുതാനോ അല്ലെങ്കിൽ ഭൂമി വാങ്ങാനോ ഭൂമി രജിസ്ട്രേഷൻ നടത്താനോ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഭൂമി സംബന്ധമായ കാര്യങ്ങൾക്ക് ഇവർക്ക് നല്ല മാസമാണ് സെപ്റ്റംബർ മാസം. ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ വേണം. എന്നാൽ ഇവർ ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇനി മകീരം നക്ഷത്രം. പാരമ്പര്യ ചികിത്സ ചെയ്യുന്നവർക്ക് മറ്റ് പുതുവഴികൾ തേടാനായിട്ട് അവസരങ്ങൾ വരും. പാരമ്പര്യമായി ചികിത്സാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതു ചികിത്സാ രീതികളെപ്പറ്റിയും മറ്റ് കാര്യങ്ങളെപ്പറ്റിയും പരിശ്രമിക്കാനായിട്ടുള്ള ഒരു അവസരമാണ് ഈ സെപ്റ്റംബർ മാസം മകീര നക്ഷത്രക്കാർക്ക്. പുതിയ വാഹനം വാങ്ങുവാൻ ശ്രമിക്കുന്നവർക്ക് അത് നടക്കും. പുതിയ വാഹനം വാങ്ങാൻ ശ്രമിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ഒത്തുവരും. കാര്യങ്ങൾ ഉദ്ദേശിച്ച പോലെ നടക്കും. ഇവരെ സംബന്ധിച്ച് ഇവർ ഉദ്ദേശിച്ച പല കാര്യങ്ങളും നടക്കാവുന്ന ഒരു മാസവും സെപ്റ്റംബർ മാസം. ലോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക്, ഇപ്പോൾ ബാങ്കിൽ നിന്നോ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നോ ഒക്കെ ലോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് കിട്ടാനായിട്ടും അവസരം വരും. പിന്നെ സന്താന ഗുണം കിട്ടും. സന്താനങ്ങളെ സംബന്ധിച്ച് ഇവർക്ക് ഗുണം കിട്ടാനായിട്ടുള്ള സമയമാണ്. സന്താന ഗുണം കിട്ടും. സന്താനങ്ങളെ കൊണ്ട് ഇവർക്ക് ഗുണമുണ്ടാകുന്ന ഒരു മാസമായിരിക്കും ഇത്. പിന്നെ അതേപോലെ തന്നെ ഭാര്യയുടെ സ്വത്ത് കിട്ടാനായിട്ടുള്ള അവസരവും ഈ സെപ്റ്റംബർ മാസത്തിൽ ഉണ്ടായിരുന്നു വരും. ഭാര്യ സ്വത്ത് കിട്ടാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഭാര്യ സംബന്ധിച്ച് എന്തെങ്കിലും നല്ല സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം ഒത്തുവരുന്ന ഒരു സമയമായിരിക്കും ഈ സെപ്റ്റംബർ മാസം. ഇനി തിരുവാതിര നക്ഷത്രം. തിരുവാതിര നക്ഷത്രക്കാർക്ക് സെപ്റ്റംബർ മാസം എങ്ങനെയുണ്ടെന്ന് നോക്കാം. പൊതുകാര്യങ്ങളിൽ ഇവർ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. പൊതുകാര്യങ്ങളിൽ ഇവർക്ക് ശ്രദ്ധ വേണം. യാത്രകൾ ചെയ്യേണ്ടതായിട്ട് വരും. ഇവർ ഈ പൊതുപ്രവർത്തകരാണെങ്കിൽ അവർക്ക് ഒരുപാട് യാത്രയൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. വരുമാനത്തിൽ മാറ്റങ്ങൾ ഉണ്ടായെന്ന് വരില്ല. വരുമാനം ചെലവ് ഏതാണ്ട് തുല്യമായിട്ട് പോകാവുന്ന ഒരു അവസ്ഥയായിരിക്കും സെപ്റ്റംബർ മാസം. ഇവർക്ക് ചെയ്യുന്ന ജോലികളിൽ വളരെയധികം ശ്രദ്ധ ഇവർക്ക് ആവശ്യമായ ഒരു മാസമാണിത്. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാൻ ശ്രമിക്കരുത്. കാരണം അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇവർക്ക് ഈ നക്ഷത്രക്കാർക്ക് ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇവർ ചെന്ന് ഇടപെടാതിരിക്കുന്നതാണ് നല്ലത്. എന്നാൽ ഇടപെട്ടാൽ ഇവർക്ക് അവഹേളനം കിട്ടാനായിട്ടുള്ള അവസരവും വരും. അവഹേളനം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി മറ്റ് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇവർ ചെന്ന് ഇടപെടരുത്. കുടുംബത്തിൽ മനക്ലേശം ഉണ്ടാകാം. കുടുംബ സംബന്ധമായ കാര്യങ്ങളിൽ ഇവർക്ക് ക്ലേശമുണ്ടാവും. കുടുംബത്തിൽ ഇത്തിരി സ്വസ്ഥത കുറയും. ഇതൊക്കെ ഉണ്ടാകാനായിട്ട് ഈ സെപ്റ്റംബർ മാസത്തിൽ അവസരം ഉണ്ടാകുന്നതാണ്. ഇനി പുണർദ നക്ഷത്രക്കാർക്ക് സെപ്റ്റംബർ മാസം എങ്ങനെയുണ്ടെന്ന് നോക്കാം. പ്രവൃത്തികളിൽ വിജയമുണ്ടാവും. പ്രവൃത്തി സംബന്ധമായ വിജയമുണ്ടാവും. സാമ്പത്തികമായിട്ട് നേട്ടാനുഭവങ്ങൾ ഇവർക്കുണ്ടാവും. സാമ്പത്തികമായിട്ട് വളരെയധികം നേട്ടങ്ങളുണ്ടാവും. മനസ്സിന് സുഖം കിട്ടുന്ന പല കാര്യങ്ങളും ഇവർക്ക് വന്നു ചേരും. മനസ്സുഖം കിട്ടും. കുടുംബങ്ങൾ തമ്മിൽ ഒത്തുചേരാനായിട്ട് കുടുംബാംഗങ്ങൾ തമ്മിലൊക്കെ ചേർന്ന് പോകാവുന്ന ഒരു സമയം ഇവർക്ക് ഈ സെപ്റ്റംബർ മാസത്തിൽ ഉണ്ടാകും. ജനസഹകരണത്തോടെ
പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിലെ ജോലിക്കാർക്ക് നേട്ടങ്ങൾ ഉണ്ടാവും. അതായത് ജനപങ്കാളിത്തത്തോടെ പ്രവർത്തിക്കുന്ന അവർക്ക് അവരിൽ നിന്ന് നല്ല നേട്ടങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. ആരോഗ്യപരമായി വളരെ നല്ല ഗുണങ്ങൾ ഉണ്ടാവുന്ന ഒരു സമയമാണ്. ആരോഗ്യപരമായിട്ട് വളരെ നല്ല ഗുണങ്ങൾ ഈ സെപ്റ്റംബർ മാസത്തിൽ ഇവർക്ക് ഉണ്ടാകും. ഈ നക്ഷത്രക്കാരുടെ ഈ സെപ്റ്റംബർ മാസത്തെ രാശി നക്ഷത്രഫലമാണ് ഞാനിവിടെ പറഞ്ഞത്. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.